JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മിൽമ പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 തസ്തികയിലേക്കുള്ള ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡയറി യൂണിറ്റില് ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് നിർബന്ധമായും ചെയ്യേണ്ടത് ഏത്? ഡയറി യൂണിറ്റില് ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് നിർബന്ധമായി ചെയ്യേണ്ടത് ഏത്? 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഡയറി യൂണിറ്റിൽ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് നിർബന്ധമായി ചെയ്യേണ്ടത് ഏത്? ഏതാണ്? കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക. ഡയറി യൂണിറ്റിലെ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് കൈകള് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക. കൈ ശുചിത്വം, ഭക്ഷ്യ മലിനീകരണം ഒഴിവാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ശുചിത്വ രീതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഉൽപാദന മേഖലയിൽ പ്രവേശിക്കുമ്പോൾ തൊഴിലാളികൾ ധരിക്കേണ്ടതിൽ ഉൾപ്പെടാത്തത് ഏത്? ഉൽപാദന മേഖലയിൽ പ്രവേശിക്കുമ്പോൾ തൊഴിലാളികൾ ധരിക്കേണ്ടതിൽ ഉൾപ്പെടാത്തത് ഏത്? 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഉൽപാദന മേഖലയിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിൽ തൊഴിലാളികൾ ധരിക്കേണ്ടതിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, കൈവളകള്. അതായത് ആഭരണങ്ങള് ഭക്ഷ്യ മലിനീകരണത്തിനും അപകടങ്ങൾക്കും കാരണമാകാം. അതുകൊണ്ടത് ധരിക്കേണ്ടതില്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. നഖങ്ങളെ കുറിച്ചുള്ള ശരിയായ വ്യക്തി ശുചിത്വ രീതി ഏത്? നഖങ്ങളെ കുറിച്ചുള്ള ശരിയായ വ്യക്തി ശുചിത്വ രീതി ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, നഖങ്ങൾ ചെറുതും വൃത്തിയുള്ളതുമായിരിക്കണം. അല്ലേ? നീളം കൂടിയ നഖങ്ങളിൽ അഴുക്ക് അടിഞ്ഞുകൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നഖങ്ങൾ ചെറുതും വൃത്തിയുള്ളതുമായിരിക്കണം. അപ്പോൾ നഖങ്ങളെ കുറിച്ചുള്ള ശരിയായ വ്യക്തി ശുചിത്വ രീതി ഏതാണ്? നഖങ്ങൾ ചെറുതും വൃത്തിയുള്ളതുമായിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. ഡയറി ഉൽപാദന മേഖലയില് പാടില്ലാത്ത പ്രവൃത്തി ഏത്? ഡയറി ഉൽപാദന മേഖലയില് പാടില്ലാത്ത പ്രവൃത്തി ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, തുപ്പല്, പുകവലി. ഇത്തരം ശീലങ്ങള് ഭക്ഷ്യസുരക്ഷയെ ഗുരുതരമായി ബാധിക്കും. അതുകൊണ്ട് ഇത് പാടില്ലാത്ത പ്രവർത്തികളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കൈ കഴുകേണ്ട സാഹചര്യം ഏത്? കൈ കഴുകേണ്ട സാഹചര്യമുണ്ട്. ഈ താഴെ 4 ഓപ്ഷൻ്റെ അകത്ത് ഏതാണ് അതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, മുകളിൽ പറഞ്ഞവയെല്ലാം. അതായത് ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് കൈ കഴുകണം, ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം കൈ കഴുകണം, തുമ്മിയതിന് ശേഷം കൈ കഴുകണം. അപ്പോൾ ഈ എല്ലാ സാഹചര്യങ്ങളും കൈ കഴുകല് നിർബന്ധമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. രോഗലക്ഷണങ്ങളുള്ള ജീവനക്കാരൻ ചെയ്യേണ്ടത് എന്ത്? രോഗലക്ഷണങ്ങളൊക്കെ ഉള്ള ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടത് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, മേലധികാരിയെ അറിയിക്കുക. രോഗമുള്ളവര് ഭക്ഷ്യ കൈകാര്യം ചെയ്യരുത്. അത് തനിക്ക് രോഗലക്ഷണങ്ങളുള്ള ജീവനക്കാരൻ അത് മേലധികാരിയെ അറിയിക്കുകയാണ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ. മുറിവുള്ള ജീവനക്കാരൻ സ്വീകരിക്കേണ്ട ശരിയായ നടപടി ഏത്? മുറിവുകളൊക്കെ ഉള്ള ജീവനക്കാരൻ സ്വീകരിക്കേണ്ട ശരിയായ നടപടി ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, വാട്ടർ പ്രൂഫ് ബാൻഡേജ് ഉപയോഗിക്കുക. അതായത് മുറിവുകൾ ശരിയായി മൂടിയാൽ മലിനീകരണം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അല്ലെ? അതുകൊണ്ട് മുറിവുള്ള ജീവനക്കാരൻ സ്വീകരിക്കേണ്ട ശരിയായ നടപടി എന്താണ്? വാട്ടർ പ്രൂഫ് ബാൻഡേജ് ഉപയോഗിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ട മിൽമ പിന്തുടരുന്ന മാനദണ്ഡങ്ങൾ ഏത്? വ്യക്തി ശുചിത്വവുമായിട്ട് ബന്ധപ്പെട്ട് മിൽമ പിന്തുടരുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. അത് ഏത് മാനദണ്ഡമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. ഏതാണ്? FSSAI, GMB, HACCP. മിൽമ ഡയറി യൂണിറ്റുകൾ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുന്നു. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഉൽപാദന മേഖലയിലെ ശരിയായ വസ്ത്രധാരണ രീതി ഏത്? ഉൽപാദന മേഖലയിലെ ശരിയായ വസ്ത്രധാരണ രീതി ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, വൃത്തിയായ യൂണിഫോം, ക്യാമ്പ്, ഏപ്രൺ. അതായത് വൃത്തിയായ സംരക്ഷണ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നു. അതുകൊണ്ട് തന്നെ ഉൽപാദന മേഖലയിൽ
ശരിയായ വസ്ത്രധാരണം ആവശ്യമാണ്. അതിന്റെ രീതിയാണ് വൃത്തിയായ യൂണിഫോം, ക്യാമ്പ്, ഏപ്രൺ. വ്യക്തി ശുചിത്വത്തിന്റെ പ്രധാന ലക്ഷ്യം ഏത്? വ്യക്തി ശുചിത്വത്തിന്റെ പ്രധാന ലക്ഷ്യം ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ഭക്ഷ്യ മലിനീകരണം തടയല്. വ്യക്തി ശുചിത്വത്തിലൂടെ നമുക്ക് ഭക്ഷ്യ മലിനീകരണം ഒരു പരിധി വരെ തടയാൻ സാധിക്കും. അത് വ്യക്തി ശുചിത്വത്തിന്റെ മുഖ്യ ലക്ഷ്യം ഭക്ഷ്യ സുരക്ഷയാണ്. അത് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, കൈ കഴുകാൻ ഏറ്റവും അനുയോജ്യമായത് ഏത്? കൈ കഴുകാൻ ഏറ്റവും അനുയോജ്യമായത് ഏതാണ്? ഓപ്ഷൻ 4 ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, സോപ്പും ഏതാണ്? സോപ്പും ശുദ്ധജലവും. അതാണ് കൈ കഴുകാൻ ഏറ്റവും അനുയോജ്യമായ രീതി. സോപ്പും വെള്ളവും ചേർന്ന കൈ കഴുകല് ആണ് ഏറ്റവും ഫലപ്രദം. അടുത്ത ക്വസ്റ്റ്യൻ, ഡയറി യൂണിറ്റില് ഹെയർ നെറ്റ് ധരിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം ഏത്? ഡയറി യൂണിറ്റില് ഹെയർ നെറ്റ് ധരിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, മുടി വീഴുന്നത് തടയാൻ. മുടി ഭക്ഷ്യത്തിലേക്ക് വീഴുന്നത് മലിനീകരണത്തിന് കാരണമാകും. അതുകൊണ്ട് തന്നെ ഡയറി യൂണിറ്റില് ഹെയർ നെറ്റ് ധരിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? അത് മുടി ഭക്ഷ്യത്തിലേക്ക് വീഴുന്നത് മലിനീകരണത്തിന് കാരണമാകും. അത് തടയുന്നതിന് വേണ്ടിയിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്ലൗസ് ഉപയോഗിക്കുമ്പോൾ ശരിയായ രീതി ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഗ്ലൗസ് ഉപയോഗിക്കുമ്പോൾ ശരിയായ രീതി ഏതാണ്? ശരി ഉത്തരം ഏതാണ്? ആവശ്യമായപ്പോൾ മാറ്റി ഉപയോഗിക്കല്. അതായത് മലിനമായ ഗ്ലൗസ് കൈ കഴുകാതിരിക്കുന്നതിന് പകരമല്ല. അതുകൊണ്ട് അത് ആവശ്യമായപ്പോൾ മാറ്റി ഉപയോഗിക്കലാണ് ഗ്ലൗസ് ഉപയോഗിക്കുമ്പോഴുള്ള ശരിയായ രീതി. അടുത്ത ക്വസ്റ്റ്യൻ, ഉൽപാദന മേഖലയിൽ പാടില്ലാത്തത് ഏത്? ഉൽപാദന മേഖലയിൽ പാടില്ലാത്തത് ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, കുടിവെള്ളം കുടിക്കല്. ഉൽപാദന മേഖലയിൽ പാടില്ലാത്ത ഏതാണ്? കുടിവെള്ളം കുടിക്കല്. ഭക്ഷണവും പാനീയങ്ങളും ഉൽപാദന മേഖലയിൽ അനുവദനീയമല്ല. വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ഭക്ഷ്യ സുരക്ഷയുടെ ഭാഗമാണ് വ്യക്തി ശുചിത്വം. വ്യക്തി ശുചിത്വം ഭക്ഷ്യ സുരക്ഷയുടെ പ്രധാന ഘടകമാണ്. അതുകൊണ്ട് തന്നെ വ്യക്തി ശുചിത്വം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് കൃത്യമായ രീതിയിൽ പിന്തുടരേണ്ടത് ആവശ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ ശീലം ഏത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ശരിയായ ശീലം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, കൈകൾ പതിവായി കഴുകുക. അതാണ് പതിവായ കൈ കഴുകൽ രോഗാണുവ്യാപനം തടയും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ശീലമാണ്. ഡയറി യൂണിറ്റിലെ ശുചിത്വ പരിശീലനത്തിന്റെ ലക്ഷ്യം ഏത്? ഡയറി യൂണിറ്റിലെ ശുചിത്വ പരിശീലനത്തിന്റെ ലക്ഷ്യം ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ഭക്ഷ്യ മലിനീകരണം ഒഴിവാക്കല്. അതായത് പരിശീലന ഭക്ഷ്യ സുരക്ഷാ ബോധവൽക്കരണത്തിനാണ്. അപ്പോൾ ഡയറി യൂണിറ്റിലെ ശുചിത്വ പരിശീലനത്തിന്റെ ലക്ഷ്യം എന്താണ്? ഭക്ഷ്യ മലിനീകരണം ഒഴിവാക്കല്. വ്യക്തി ശുചിത്വം പാലിക്കാത്തതിന്റെ ഫലം ഏത്? വ്യക്തി ശുചിത്വം പാലിക്കാത്തതിന്റെ ഫലം ഏത്? ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, ഭക്ഷ്യ മലിനീകരണം. വ്യക്തി ശുചിത്വം പാലിക്കാത്തതിന്റെ ഫലം ഏതാണ്? ഭക്ഷ്യ മലിനീകരണം. ശുചിത്വക്കുറവ് ഉൽപ്പന്നങ്ങളുടെ സുരക്ഷയെ ബാധിക്കും. മാസ്ക് ധരിക്കൽ നിർബന്ധമായ സാഹചര്യം ഏത്? മാസ്ക് ധരിക്കല് നിർബന്ധമായ സാഹചര്യം ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, ഉൽപാദന മേഖലയിലാണല്ലേ മാസ്ക് ധരിക്കൽ നിർബന്ധമായ സാഹചര്യം. ഉൽപാദന മേഖലയിൽ ശ്വാസത്തിലൂടെ രോഗാണുക്കൾ പകരാതിരിക്കാൻ മാസ്ക് ഉപയോഗിക്കുന്നു. മാസ്ക് സഹായിക്കുന്നു. മിൽമ യൂണിറ്റുകളിൽ വ്യക്തി ശുചിത്വം പരിശോധിക്കുന്നത് ആര്? മിൽമ യൂണിറ്റിലൊക്കെ വ്യക്തി ശുചിത്വം പരിശോധിക്കാൻ ആളുണ്ടാവും അല്ലെ? അത് പരിശോധിക്കുന്ന ആരാണ്? നിങ്ങൾക്കറിയോ ആരാണ്? ഗുണനിലവാര നിയന്ത്രണ വിഭാഗമാണ് അല്ലെ. മിൽമ യൂണിറ്റിലെ വ്യക്തി ശുചിത്വം പരിശോധിക്കുന്ന ആരാണ്? ഗുണനിലവാര നിയന്ത്രണ വിഭാഗം. ക്വാളിറ്റി കൺട്രോൾ വിഭാഗം ശുചിത്വ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്നോട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.